ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാണ്. ഞാനിത് രാവിലെ തന്നെ നമുക്കിടാനുള്ള ഓണത്തിൻ്റെ പൂക്കളം ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഒരു ഡിസൈനൊക്കെ രാവിലെ നേരത്തെ വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത്. ഏട്ടനും ചേച്ചിയും മക്കളും ഒക്കെ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ 2 ദിവസം മുന്നേ നമ്മുടെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ കല്യാണത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരിവിടെ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കാനായിട്ട്. അപ്പോൾ അതേ രാവിലെ തന്നെ മോൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ മോനാണ് കേട്ടോ, നമ്മുടെ മുന്നേ ഉള്ള വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. പൂക്കളൊക്കെ ഇടാനായിട്ട് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ആയുട്ടി ഇതേപോലെ അച്ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തറവാട്, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പൂവൊക്കെ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കൾ നിഖിലേട്ടൻ ഹെൽപ്പ് ചെയ്തു. നിഖിലേട്ടൻ ഞാനും കൂടെ ഫുള്ള് പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സദ്യയൊക്കെ തയ്യാറാക്കുന്നത് അമ്മയാണ് കേട്ടോ. സദ്യ അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഇത്രയും പൂക്കളാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ഗ്രീൻ കളർ കിട്ടാനായിട്ട് നമ്മൾ മാവിൻ്റെ ഇലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാവിൻ്റെ ഇല മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ, പൂവിടാനായിട്ട് ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ ഞാനിത് പൂക്കളം ഡിസൈന് ഫുള്ള് വരച്ച് കഴിഞ്ഞത് കാണിച്ചു തരാം. ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞ് സിമ്പിൾ ഡിസൈനാണ്. പിന്നെ ഒരുപാട് ടൈം നമ്മൾ പൂവിടാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലേറ്റായി പോവും. അതുകൊണ്ട് കുഞ്ഞ് ഡിസൈനാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ഏട്ടൻ്റെ മോളും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അവരെത്തി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഗെയിമാണ് കേട്ടോ. അവർ ഫോണിൽ എന്തൊക്കെയോ ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണ്, ജ്യൂസൊക്കെ കുടിച്ച്. ഇനിയിപ്പോൾ ഏച്ചി കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂവിടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതേ ഏച്ചിയും അമ്മമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ പൂവൊക്കെ ഇടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് എവിടേക്കാണ് ഇടേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന തിരക്കിലാണ്. അതൊന്നും നോക്കി വെച്ചിട്ടില്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നത് വെച്ചിങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ തീരുമാനിച്ച് പൂവിടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഇപ്പോൾ എല്ലാവരും കൂടെ ഓണം ആഘോഷിച്ചിട്ട്. ഏട്ടനും ചേച്ചിയൊക്കെ ഇപ്പോൾ അധികം അവരെ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തന്നെയാണ് ആഘോഷിക്കാറ്. അപ്പോൾ ഈ തവണ ഏതായാലും നാട്ടിലുള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. അപ്പോൾ നമ്മൾ പൂവിടുമ്പം മക്കളും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ അവർക്ക് ഒറ്റയ്ക്കൊരു പൂവിടണം എന്നൊക്കെ പറഞ്ഞ് മുറ്റത്ത് വേറൊരു പൂക്കളം കൂടെ ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളം ഇടുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇവർക്ക് വേറെ പൂക്കളം ഒരുക്കാനായിട്ട് പൂവൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇട്ട് വെച്ച പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഏട്ടന്മാരും അനിയത്തിയും കൂടെ ഡിസൈൻ ചെയ്തിട്ട പൂക്കളാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവർ എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. മോളൊക്കെ ജനിച്ച ശേഷം പിന്നെ അങ്ങനെ ഓണത്തിനൊന്നും ഇവർ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ എല്ലാവരും കൂടെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മൾ പൂവിട്ട് കഴിയാനൊരു ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 11 മണിയൊക്കെ ആവാറായപ്പോഴാണ് പൂവിടാനായിട്ട് തുടങ്ങിയത്. പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓണസദ്യ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സദ്യയിലുള്ള വിഭവങ്ങളൊക്കെ വിളമ്പാണ്. എല്ലാ വിഭവങ്ങളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫുള്ള് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആയിട്ടിക്ക് പനിയൊക്കെ വന്നു. അപ്പോൾ പിന്നെ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഓണം ആകുമ്പോഴേക്ക് പനിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒക്കെ മാറി. അപ്പോൾ ഏതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. നിഖിലേട്ടനാണ് കുറേയൊക്കെ എടുത്തു തന്നത്. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷത്തിലും തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ ചോറൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വരാറ്. നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഓണത്തിനും വിഷുവിനൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ
ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള പണിയൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ അന്ന് എടുത്ത നമ്മുടെ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ.